എന്തൊക്കെയുണ്ട് ചാക്കോച്ച സെമിനാരിലെ വിശേഷങ്ങൾ? എല്ലാ കാര്യങ്ങളും നന്നായി പോകുന്നു. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാനിവിടെ നോക്കുന്നുണ്ട്. യാത്രയൊക്കെ സുഖമായിരുന്നു. കേസും കാര്യങ്ങളും ഒഴിഞ്ഞ നേരെ ഇല്ലാതായി. എന്താ ചെയ്യാ? 3 വർഷത്തെ കൽക്കത്ത ജീവിതം അച്ഛനിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ലല്ലോ. എന്ത് മാറ്റം വരാനാ ജോണേ? ജീവിച്ചത് അവിടെയായിരുന്നെങ്കിലും മനസ്സിവിടെ അല്ലായിരുന്നോ? പിന്നെ കേസൊക്കെ എവിടം വരെയായി? വിസ്താര കാര്യങ്ങളൊക്കെ ചാക്കോച്ചൻ എഴുതിയിരുന്നല്ലോ. ഇനിയും നീളും. എല്ലാ പള്ളികളിലും ഓരോരോ കേസുകളാ. അടിയും വഴക്കും ഇല്ലാത്ത ദിവസങ്ങളില്ല. കോടതി ഉത്തരവാണ് ജനങ്ങൾക്ക് വേണ്ടത്. എല്ലാവർക്കും അധികാര ഭ്രാന്ത, പണത്തിനോടുള്ള ആർത്തിയും. കൂതാശകളിലൊന്നും ജനങ്ങൾക്ക് യാതൊരു വിശ്വാസമില്ലാതായിരിക്കുന്നു. മാനേജിംഗ് കമ്മിറ്റി കൂടിയിട്ട് എന്തെങ്കിലും പോംവഴി കണ്ടെത്താമായിരുന്നില്ലേ? മാനേജിംഗ് കമ്മിറ്റിയൊക്കെ കൂടി, പക്ഷേ തീരുമാനങ്ങളൊന്നും തന്നെ വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ളതായിരുന്നില്ല. പള്ളിയും പള്ളി സ്വത്തുക്കളും പാത്രിയാർക്കീസ് വിഭാഗത്തിന് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. എല്ലാം പരിത്യജിച്ച യേശുനാഥന്റെ ശിഷ്യരെന്ന് അഭിമാനിക്കുന്ന നമ്മൾ നൈമിഷികങ്ങളായ സമ്പത്തിന് പിന്നാലെ പായുന്നു. അഗതികളെപ്പോറ്റി ആതുര സേവനം നടത്തേണ്ട നമ്മുടെ സന്നദ്ധ സംഘടനകൾ ശത്രു സംഹാരത്തിനുള്ള ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നു. കഷ്ടം. എന്തെങ്കിലും ഒരു പോംവഴി കണ്ടില്ലെങ്കിൽ ഇത് നാശത്തിലേ തീരും. എനിക്ക് തിരിച്ചു പോകാൻ 1 മാസത്തോളം സമയമുണ്ട്. നമുക്കൊരുമിച്ച് എല്ലാ പള്ളികളിലും ഒന്ന് കയറിയിറങ്ങാം. അച്ഛൻ്റെ കൂടെ ഞങ്ങളുമുണ്ട്. ശമാശ, ഞാൻ എഴുതിയ പാപമോചനം എന്ന പുസ്തകത്തിന്റെ കുറച്ച് പ്രതികൾ കൂടി എടുത്തോ. ആവശ്യക്കാർക്ക് നമുക്ക് സൗജന്യമായി കൊടുക്കാം. ശരി അച്ചോ. നമ്മുടെ സഭയിൽ ഇത് പരീക്ഷയുടെ നാളുകളാണ്. പരീക്ഷയിൽ അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. എല്ലാം കലങ്ങി തെളിയുവാൻ നിങ്ങൾ തമ്പുരാന്റെ മുമ്പിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. അച്ചോ, ഒരു സംശയം ചോദിച്ചോട്ടെ? ക്രിസ്തുവിനാൽ സ്ഥാപിതമായ സഭ ഏതാണ്? യാക്കോബായ സഭയോ അതോ കത്തോലിക്ക സഭയോ? എന്തായാലും അത് ഞാൻ ഉൾപ്പെടുന്ന യാക്കോബായ സഭയല്ല. പിന്നെ അത് കത്തോലിക്ക സഭയാണോ എന്ന കാര്യം ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വട്ടക്കൽ അലക്സോസ് ശമ്മാസനാണ് അച്ചോ. അവധി കഴിഞ്ഞ് അങ്ങ് സെറാംപൂരിലേക്ക് പോകുമ്പോൾ എന്നെ കൂടി കൊണ്ടുപോകണം. തീർച്ചയായും കൊണ്ടുപോകാം. നിങ്ങളെപ്പോലെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവരെയാണ് എനിക്ക് ആവശ്യം. പിന്നെ ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ശമ്മാശന്മാർ പഠനത്തിനായി സെറാംപൂരിൽ പോകുന്നതിനൊപ്പം ബാരിസോളിലെ മദർ ഈഡിത്തിന്റെ മഠത്തിൽ സന്യാസിനികളാകാൻ ഒരുക്കമുള്ള നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് അവിടെ താമസിച്ച് പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാമെന്ന് മദർ പറഞ്ഞിട്ടുണ്ട്. ദൈവവേലയ്ക്ക് തയ്യാറുള്ള നമ്മുടെ പെൺകുട്ടികളെല്ലാം
അതിനായി മുമ്പോട്ട് വരണം. അച്ഛൻ്റെ പുതിയ പദ്ധതി പുത്തൻകൂറ്റുകാർക്ക് ആദ്യ അനുഭവമാണ്. എങ്കിലും അച്ഛന് തെറ്റുപറ്റില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഞങ്ങൾ യാക്കൂബിന്റെ അറിയാം. എന്താ, മോനെ തിരിച്ചുകൊണ്ടുപോകാൻ വന്നാണോ? ഒരിക്കലും ഇല്ല അച്ചോ. എന്റെ മോനെ ദൈവത്തിന് ആവശ്യമുണ്ട്. തിരിച്ചു ചോദിക്കാൻ ഞാൻ ആരാ? അച്ഛൻ അന്ന് വീട്ടിൽ വന്ന് നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ മോന് ഈ അനുഗ്രഹം കിട്ടത്തില്ലായിരുന്നു. ഇതെന്റെ ഇളയ മകളാണ് അച്ചോ. പറയാതറിയാവുന്നതേ ഉള്ളൂ. ഷമ്മാശൻ എപ്പോഴും പറയാറുണ്ട്. ആട്ടെ, നിന്റെ പേരെന്താ? ഏലിയാമ്മ. സെറാംപൂരിലെ കാര്യങ്ങളൊക്കെ യാക്കൂബ് വീട്ടിലേക്ക് എഴുതുമായിരുന്നു. അച്ഛൻ മഠം തുടങ്ങുന്ന കാര്യം അറിഞ്ഞതു മുതൽ ഇവൾക്കൊരേ ചിന്ത, മഠത്തിൽ ചേരണമെന്ന്. സ്കൂൾ പരീക്ഷയൊക്കെ ജയിച്ചു നിൽക്കുവാണേ. യാക്കൂബ് ഷമ്മാശന്റെ പെങ്ങളല്ലേ? തീർച്ചയായും നീ മഠത്തിൽ ചേരണം. ആ, പോരാൻ തയ്യാറായിക്കോളൂ. ആ, ഷമ്മാശൻ വീട്ടിൽ പോയിട്ട് ഏറെ നാളായില്ലേ? അമ്മയും പെങ്ങളെയും തനിച്ചയക്കണ്ട, കൂടെ പൊയ്ക്കോളൂ. നമ്മൾ എവിടൊക്കെ പോയാലും ഈ പാറപ്പുറത്തിരുന്ന് സംസാരിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെ അല്ലേ വക്കീലേ? അത് നമ്മുടെ സൗഹൃദം പോലെ തന്നെ ഈ പാറയും നമ്മോട് അത്ര അടുത്തു പോയതുകൊണ്ടാ. നമ്മൾ എടുത്ത പല പ്രധാന തീരുമാനങ്ങളുടെയും വേദി ഈ പരിഷ്കാരപ്പാറ തന്നെ ആയിരുന്നല്ലോ. ഇതും ഇവിടെ നിന്ന് തന്നെ ആവണമെന്നാ കർത്താവ് തമ്പുരാന്റെ തീരുമാനം. തമ്മിലടിച്ചും കലഹിച്ചും കഴിയുന്ന സഭാമക്കളെ സംരക്ഷിക്കുവാനും വിശ്വാസത്തെ പ്രചരിപ്പിക്കുവാനും സ്ഥിരമായി നമുക്കൊരു കൺവെൻഷൻ തുടങ്ങണം. വർഷം തോറും ഒരേ സമയത്ത് കൃത്യമായ സ്ഥലത്ത് വെച്ച് അത് നടത്തണം. അതിന് പറ്റിയ സ്ഥലം എവിടെ കണ്ടുപിടിക്കും? എല്ലാവർക്കും വന്നു ചേരാൻ പറ്റിയ സ്ഥലമായിരിക്കണം. പത്തനംതിട്ട മാക്കാങ്കുന്ന് പള്ളി മൈതാനമായാൽ എന്താണെന്നാണ് എൻ്റെ ആലോചന. ശരിയാ, എന്തുകൊണ്ടും ചേർന്ന സ്ഥലം തന്നെ. ഇനി ഏത് സമയത്ത് കൺവെൻഷൻ കൂടണം എന്ന് കൂടി തീരുമാനിച്ചാൽ മതി. ആത്മനവീകരണമാണല്ലോ കൺവെൻഷനുകളുടെ ലക്ഷ്യം. ഏതെങ്കിലും നോമ്പിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളാണ് നല്ലത്. 3 നോമ്പിന്റെ ദിവസങ്ങളിൽ തന്നെ ആവട്ടെ. എന്താ? 3 നോമ്പിന് ഇനി അധിക നാളില്ലല്ലോ. ഈ വർഷം തന്നെ നമുക്ക് കൺവെൻഷൻ തുടങ്ങണം. കൺവെൻഷന്റെ സർവ്വ ചുമതലയും ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. നാളെ തന്നെ മാക്കാങ്കുന്ന് പള്ളിയിൽ ചെന്ന് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തുക. കൺവെൻഷന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടുതന്ന സ്ഥിതിക്ക് മുഖ്യ പ്രാസംഗികനായി MA അച്ഛനെ തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നു. തമ്പുരാന്റെ അമ്മച്ചിയുടെ അനുഗ്രഹത്താൽ എന്തുമേതും ഹിതകരമായി ഭവിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് വെണ്ണിക്കുളം കൂടത്തുമുറിയിൽ കണ്ടത്തിൽ വീട്ടിൽ വർഗീസിന്റെ മകൾ KV സാറാമ്മ. ഇത് ആച്ചിയമ്മ, കായംകുളം പൊൻവാണിപ്പം ഇട്ടിച്ചാണ്ടിയുടെ മകൾ. മാവേലിക്കര വടക്കേ വീട്ടിൽ പീലിപ്പോസിന്റെ മകൾ അന്നമ്മ. പിന്നെ ഇത് കറ്റാനത്താന്നിയിൽ പോളച്ചിറക്കൽ തോമസിന്റെ മകൾ ഏലിശുബ. അച്ഛൻ്റെ കുമ്പസാരം എന്ന പുസ്തകമാണ് ഇവളിൽ ആത്മീയലഹരി ഉണ്ടാക്കിയത്. മാക്കാങ്കുന്ന് കൺവെൻഷനിലെ അച്ഛന്റെ പ്രസംഗം കേട്ടതു മുതലാണ് എനിക്ക് മഠത്തിൽ ചേരുവാൻ ആഗ്രഹം തോന്നിയത്. സ്നേഹമാകുന്ന ആ മഹാസമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ സർവശക്തനായ ദൈവം ആഹ്വാനം ചെയ്യുന്ന പോലെ അല്ലേ? അച്ചോ, ഇത് മൂക്കഞ്ചേരിൽ പത്രോസ് ഷമ്മാശന്റെ മൂത്ത പെങ്ങളാണ്, MB ശോശാമ്മ. എല്ലാവരും പത്രോസ് ഷമ്മാശൻ വിളിക്കുന്നത് പോലെ കുഞ്ഞിളച്ചി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. പ്രായത്തിലും പക്വതയിലും നിങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നത് ശോശാമ്മയാണ്. അതുകൊണ്ട് ഇന്നു മുതൽ കുഞ്ഞിളച്ചി എന്ന വിളി മാറ്റി എല്ലാവരും ഇളയമ്മ എന്ന് വേണം വിളിക്കാൻ. നാളെയാണ് ബാരിസോളിലേക്ക് പോകേണ്ടത്. എല്ലാവരും തയ്യാറായിക്കോളൂ. വിശുദ്ധ തോമാസ് ലീഹായാൽ സ്ഥാപിക്കപ്പെട്ടതെന്നും
അപ്പസ്തോലികവും കാതോലികവുമായ സത്യവിശ്വാസത്തെ ഉപദേശിക്കുന്നതെന്നും അഭിമാനിച്ചു പോരുന്ന മലങ്കര സഭ ഇന്ന് ആത്മീയതയുടെ പ്രാണൻ അവളെ വിട്ടു പോകാറായിരിക്കുന്നു. തമ്പുരാനെ, അവളിന്ന് മൃതാവസ്ഥയിലാണ്. ഈ ദുസ്ഥിതികളിൽ നിന്ന് സഭയെ രക്ഷപ്പെടുത്താൻ കാര്യമായി ഒന്നും ചെയ്യാൻ ഇതുവരെ എനിക്ക് കഴിഞ്ഞിട്ടില്ല. തമ്പുരാനെ, ഈ അടിയനോട് പൊറുക്കണമേ. ഇനി ശേഷിക്കുന്ന ജീവിതം അതിനായി മാത്രം ഞാൻ മാറ്റിവെക്കുകയാണ്. മലങ്കരയിലെ പ്രഥമ സ്ഥാനീയനായ വൈദികനെന്ന് എന്നെപ്പറ്റി എല്ലാവരും പറഞ്ഞപ്പോ ആ കീർത്തിയിൽ ഞാൻ മുങ്ങിപ്പോയി. തൂവെള്ളക്കുപ്പായത്തിൽ ഇത്തിരി ചെളി പറ്റിയാൽ ഉടനെ അത് മാറ്റി ധരിക്കാൻ എനിക്ക് നിർബന്ധമായിരുന്നു. ആദ്യമായി ഒരു സൈക്കിൾ സ്വന്തമാക്കിയപ്പോൾ മനഃപൂർവ്വം വേഗത കൂട്ടി ഞാൻ ജനങ്ങളെ അമ്പരപ്പിച്ചു. തമ്പുരാനെ, ഇതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നു? ലോകത്തെ വെറുത്ത് ദൈവത്തെ സമ്പാദിക്കാൻ ഞാൻ മറന്നുപോയി. കേവലം ഒരു ശ്വാസം മാത്രമായ ഞാൻ ലോകസുഖങ്ങളിൽ ശാന്തി കണ്ടെത്തി. മറ്റുള്ളവർക്കായി പരിത്യാഗിയാകുന്നവനല്ലേ ലോകത്തിന്റെ പ്രഭുവും ക്രിസ്തുവിന്റെ സ്നേഹിതനും സ്വർഗത്തിന്റെ അവകാശിയും? അവനല്ലേ നിത്യശാന്തി കിട്ടൂ. ഊണുമുറക്കവും വെടിഞ്ഞ് എനിക്ക് ആവേശമായിരുന്നു ജ്ഞാനം നേടാൻ. എന്തിനു വേണ്ടി? സർവാദരണീയനായ ഗുരുവാകാൻ. ദൈവത്തെ സ്നേഹിക്കുന്നതൊഴികെ മറ്റെല്ലാം മായയാണെന്നറിയാൻ ഞാൻ വൈകിപ്പോയി. അപ്പാ, പാപസമുദ്രത്തിൽ കിടന്ന് അങ്ങയുടെ ഈ മകൻ മുങ്ങിത്താഴുമ്പോ ബലവാനെ, കൈപിടിച്ചെന്നെ രക്ഷിക്കണേ. കുറെ കാലത്തിന് ശേഷം നമ്മുടെ നാടിന്റെ മണമടിച്ചപ്പോ എന്തോ ഒരു സുഖം. അത് പിന്നെ നമ്മുടെ നാടിന്റെ ഗന്ധം മറ്റേത് നാടിനാ ഉള്ളത്? ടാഗോറിന്റെ ആശ്രമ സന്ദർശനം കൊണ്ട് നമ്മുടെ സന്യാസ പ്രസ്ഥാനത്തിന്റെ രൂപരേഖ തയ്യാറാക്കാൻ നമുക്ക് സാധിച്ചു. സഭാധിപന്മാർക്കാർക്കും കൈവെക്കാനാവാത്ത തരത്തിലുള്ള ഒരു സ്വതന്ത്ര സന്യാസ പ്രസ്ഥാനമാണ് എൻ്റെ മനസ്സിലുള്ളത്. ആശ്രമം എവിടെ തുടങ്ങാനാണ് അച്ഛാ ഉദ്ദേശം? പഞ്ചാബിലുള്ള ഒരു ഉൾനാടൻ ചേരി പ്രദേശം മനസ്സിലുണ്ട്. ആ, പാവങ്ങൾ നിറഞ്ഞ സ്ഥലമാണെന്നറിയുന്നു. വൈകാതെ ഗാന്ധിജിയുടെ സമർമതിയിലും ഒന്ന് പോകണം. സന്യാസത്തിന്റെ പ്രായോഗികതകൾ ഇനിയും കണ്ടറിയണം. ഒരു ഭാരതീയ ക്രൈസ്തവാശ്രമം സ്ഥാപിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ആ, ബാരിസോളിൽ സുറിയാനി കുട്ടികൾക്ക് വേണ്ടിയുള്ള ചാപ്പലിന്റെ പണി പൂർത്തിയായി. യാക്കൂബ് ഷമ്മാശിനെയും സക്കറിയ കത്തനാരെയും അവിടേക്ക് അയക്കുകയാണ്. ഇനി നിങ്ങൾ വേണം അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി മദറിനെ സഹായിക്കാൻ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അച്ഛനൊറ്റയ്ക്ക്? ആ, അത് സാരമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ ഇനി അലക്സിയോസ് ഷമ്മാശൻ നോക്കിക്കോളും. ആ വാളക്കുഴി ഷമ്മാശനോട് അല്പം കഴിഞ്ഞ് ചാപ്പലിലേക്ക് വരാൻ പറ. ശരി അച്ചോ. അച്ചു, ആ, കഥ കടക്കേ. പിടിക്കടോ ചൂരൽ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അച്ചു. അടിക്കടോ എന്നെ. അച്ചു, ഞാൻ അടിക്കാനല്ലേ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അച്ചു. അടിക്കടോ.
പറയുന്നത് കേൾക്കൂ ഷമ്മാശ, ഇല്ലെങ്കിൽ ഞാൻ മറ്റു മാർഗം നോക്കും. ദാ ഇതിലും ശക്തിയായി എന്നെ അടിക്ക്. ജീവിക്കുന്ന വിശുദ്ധനായ അങ്ങ് എന്തിനീ ആത്മദണ്ഡനമേൽക്കുന്നു? അടിയനെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? ആദ്യം എന്നെ അനുസരിക്ക്, എന്നിട്ടാവാം ബാക്കി. ആത്മദണ്ഡനം അവനവന് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്കും വേണ്ടി ചെയ്യാവുന്നതാണ്. ഇനി ഷമ്മാശം പോക്കുള്ളൂ. ലോകസുഖങ്ങളെല്ലാം ത്യജിച്ച് യേശുവിനു വേണ്ടി ജീവിക്കുന്ന ഒരു സന്യാസ സമൂഹമാണ് നമ്മുടെ ലക്ഷ്യം. ദൈവാശ്രയത്തിൽ ജീവിക്കുക, എങ്കിൽ നിങ്ങൾ വസിക്കുന്നിടം പറുദീസയാക്കാൻ നിങ്ങൾക്ക് കഴിയും. കുപ്പയിലെ മാണിക്യങ്ങളായ ഈ സുറിയാനി കുഞ്ഞുങ്ങളെ ഞാൻ മദറിന് തരുന്നു. തേച്ചു മിനുക്കി ഇവരെ എനിക്ക് തിരിച്ചു തരണം. I consider it as a privilege to participate in your dedicated service to the church. അന്നാമ്മേ, ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ പിടിച്ചോ? അന്നാമ്മയ്ക്ക് ഇവിടുത്തെ തണുപ്പ് തീരെ സഹിക്കാൻ പറ്റുന്നില്ലെന്നാ പറയുന്നേ. ഇതാ, ഇത് നിനക്കിരിക്കട്ടെ. സഹനം ക്രിസ്തുവിന്റെ ആയുധമാണ്. നാം ക്രിസ്തുവിന്റെ അനുയായികൾ. ക്രിസ്തുവിന്റെ അനുയായികളായ നാം വിശുദ്ധിയുള്ളവരായിരിക്കണം. അധികം പുറത്തിറങ്ങി നടക്കുന്നവർക്ക് വിശുദ്ധിയിൽ ജീവിക്കുക പ്രയാസമാണ്. അതിനാൽ അടക്കമൊതുക്കത്തോടെ നമുക്ക് ആശ്രമവാസികളാകാം. ലളിതമായ ആചാരങ്ങളോടെ തുടങ്ങിയാൽ മതി. കൃത്യസമയത്ത് തന്നെ നമസ്കാര പ്രാർത്ഥനകൾ നടത്തണം. പിന്നെ ധ്യാനമാവാം. കേവലം നല്ല ചിന്തകളുടെ സംസർഗമല്ല ധ്യാനം, ദൈവവുമായുള്ള ഒന്നുചേരലാണ്. ധ്യാന വിഷയം ആത്മാവിൽ ലയിച്ചു ചേരണം. ഉറങ്ങും മുമ്പ് എല്ലാവരും ആത്മശോധന നടത്തണം. ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനുമെതിരായി എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കണ്ണീരോടെ പശ്ചാത്തപിക്കണം. സൂത്താറ കഴിഞ്ഞാൽ പൂർണ്ണമായി മൗനം പാലിക്കണം. മൗനം ഭഞ്ജിക്കേണ്ടത് പിറ്റേന്ന് പ്രഭാത ഭക്ഷണത്തിന് ശേഷമായിരിക്കണം. ഇത് നമ്മുടെ ശൈശവാശ്രമമായിരിക്കും. പിന്നെ ഞാൻ നിങ്ങളുടെ ആബോയും. നമ്മുടെ ആശ്രമത്തിന്റെ പേരെന്താണ് ആബോ? ഇനിയും അനേക കാര്യങ്ങൾ ശരിയാകാനുണ്ട്. ആദ്യമായി ഏകാന്തമായ ഒരു സ്ഥലം വേണം. അതിനുശേഷം നല്ലൊരു പേര് തമ്പുരാൻ തരും. നമുക്ക് കാത്തിരിക്കാം. അസുഖം കാര്യമായിട്ടൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. തീരെ വിശ്രമമില്ലാത്തതുകൊണ്ടുണ്ടായ രോഗമാ. അക്കാര്യം ശ്രദ്ധ വേണം. തൽക്കാലം പാലും പഴങ്ങളും മാത്രം കഴിച്ചാൽ മതി. വേണ്ടച്ചോ, എഴുന്നേൽക്കണ്ട. പരിപൂർണ വിശ്രമം വേണമെന്നാ ഡോക്ടർമാർ പറഞ്ഞത്. എനിക്കിപ്പോൾ അത്ര വലിയ അസുഖമൊന്നുമില്ല ശമാശ. നമ്മുടെ സന്യാസ സമൂഹത്തിനൊരു പേര് വേണ്ടേ ആബോ? അത് ഞാൻ നേരത്തെ തന്നെ കണ്ടുവച്ചിട്ടുണ്ട്.
സന്യാസികളുടേതിന് ഓർഡർ ഓഫ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, സന്യാസിനികളുടേതിന് സിസ്റ്റർഹുഡ് ഓഫ് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നും പേര് കൊടുക്കാം. ഇത് ആബോ എപ്പോഴും വായിക്കുന്ന പുസ്തകത്തിന്റെ പേര് പോലെ ഇരിക്കുന്നല്ലോ. അതെ, മെശിഹാനുകരണം എന്ന പുസ്തകമാണത്. എല്ലാ അർത്ഥത്തിലും മെശിഹാതമ്പുരാനെ അനുകരിക്കേണ്ടവരാണല്ലോ നാം. അതിനാൽ ഈ പേര് വളരെ അനുയോജ്യം തന്നെ. ആശ്രമസ്ഥരുടെ പേരിന് ശേഷം OIC എന്നും കന്യാസ്ത്രീകളുടെ പേരിന് ശേഷം SIC എന്നും ഓരോരുത്തരുടെയും പേരിനൊപ്പം ചുരുക്കെഴുത്ത് ചേർക്കണം. ഇനിയുള്ള ഓരോ പ്രവർത്തനങ്ങളെപ്പറ്റിയും വ്യക്തമായ രൂപരേഖയുണ്ട്. അതിനുതകുന്നതാണോ പെരുന്നാട്ടിലെ സ്ഥലം എന്നറിയണം. ആബോയുടെ ആരോഗ്യസ്ഥിതി കൂടി നോക്കണേ. ഇപ്പൊ തന്നെ ക്ഷീണം പൂർണ്ണമായി മാറിയിട്ടില്ല. കർത്താവേ, വിശ്രമം ആഗ്രഹിക്കാതെ നിന്റെ മഹത്വത്തിനായി പ്രയത്നിപ്പാൻ എന്നെ അഭ്യസിപ്പിക്കണമേ. എനിക്കൊന്നുമില്ല. ജോൺ വക്കീലിൻ്റെ കത്ത് വായിച്ചതോടുകൂടി എൻ്റെ ക്ഷീണമെല്ലാം മാറി. വടശ്ശേരിക്കരയ്ക്കടുത്തുള്ള പെരുന്നാട്ടിൽ ജോൺ വക്കീലിനുള്ള 100 ഏക്കർ ഭൂമി ആശ്രമം സ്ഥാപിക്കാൻ സൗജന്യമായി എടുത്തുകൊള്ളാൻ. എല്ലാം കർത്താവിൻ്റെ അനുഗ്രഹം. ശമാശ, ഇനി നമുക്കൊരു പേര് വേണം. ഇത്രയും കാര്യങ്ങൾ സാധിച്ചു തന്ന തമ്പുരാൻ അതും വേഗം സാധിച്ചു വരും ആവോ. ശമാശ, എൻ്റെ വേദപുസ്തക നിഘണ്ടു ഇങ്ങെടുക്കൂ. ബഥാനിയ, 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 ബഥാനിയ. ഓർസ്ലേമിന് കിഴക്ക് ഒലിവുമലയുടെ തെക്കേ ചരിവിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമം. യേശു ഏറ്റവും സ്നേഹിച്ചിരുന്ന ലാസറും മറിയയും മാർത്തയും വസിച്ചിരുന്ന ഗ്രാമം. ആശ്വാസത്തിന്റെ ഭവനമെന്നർത്ഥം. ബഥാനിയ.